8-9 മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. നമസ്കാരം. ഞാനൊരു 5-8 മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഈ കേരളപ്പിറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിനേക്കാൾ ഒരു 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20-1 ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. ഒരുപാട് സാമൂഹിക സേവന രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നിലാണ്, മറ്റു വളരെയധികം അപേക്ഷിച്ച് മുന്നിലാണ്. ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ, നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. ഒരുപാട് പ്രതിസന്ധികളെ കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു ഈ നിലയിൽ എത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ്, നമ്മുടെ സാമൂഹ്യ സമ്പത്താണ്. പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റ് അതിർവരുമ്പുകളില്ലാതെ ഉള്ള നമ്മുടെ സാഹോദര്യവും തന്നെയാണ്. ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-9 മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു 6-7 മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ. എൻ്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിൻ്റെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോൾ ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം, ദാരിദ്ര്യത്തെ അതിജീവിക്കാം. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും.
ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരളപ്പിറവി ദിനവും ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനവും ആസ്വദിക്കും. നമ്മുടെ സഹോദരങ്ങളിൽ ആരും പട്ടിണി കിടക്കുകയോ കിടപ്പാടമില്ലാതെ അലയുകയോ ചികിത്സ കിട്ടാതെ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കേണ്ടതില്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം നേടിയിട്ടുള്ള ഈ നേട്ടം എല്ലാ കേരളീയർക്കും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കേവലമായ ഒരു ക്ഷേമ പദ്ധതിയല്ല, ചാരിറ്റി പ്രവർത്തനമല്ല. ഇത് കാണേണ്ടത് ഇത് ആരുടെയും ഔദാര്യവുമല്ല. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക സമത്വമെന്ന അടിസ്ഥാന മൂല്യത്തിൻ്റെ പ്രായോഗിക സാക്ഷാത്കാരമാണ്. പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. ആ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പറയുകയുണ്ടായി, 4 ലക്ഷത്തോളം ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥര്, കുടുംബശ്രീ പ്രവർത്തകര്, സന്നദ്ധ പ്രവർത്തകര്, അവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഓരോ വീട്ടിലും കയറിയിറങ്ങി ഓരോ ജീവിതവും തൊട്ടറിഞ്ഞു. തൻ്റെ അയൽവാസി പട്ടിണിയിലാണോ എന്ന് മനസ്സിലാക്കി നടത്തിയ ബൃഹത്തായ ഒരു ജനകീയ പ്രക്രിയ. അതിലൂടെയാണ് ഈ യജ്ഞത്തിന് തുടക്കമിട്ടത്. ഇവിടെ ക്ലേശഘടകങ്ങളെ പറ്റി പറഞ്ഞു. ഭക്ഷണം, ആരോഗ്യം, വരുമാനം, വാസസ്ഥലം. ഇത് ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെയാണ് ഇത്രയും 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഇവിടെ സാധാരണ നിലക്കുള്ള സാമ്പ്രദായിക രീതിയല്ല അംഗീകരിച്ചത്. എല്ലാ കുടുംബങ്ങൾക്കും ഒരേ സഹായം നൽകുന്ന സാമ്പ്രദായിക രീതിയുണ്ട്. അതിനു പകരം ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പുന്ന അവരുടെ സവിശേഷ പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് വേണ്ട പരിഹാരങ്ങൾ ഉറപ്പാക്കുന്ന ഓരോ കുടുംബത്തെയും കുറിച്ചുള്ള മൈക്രോ പ്ലാനുകളാണ് രൂപപ്പെടുത്തിയത്. ഇപ്പോൾ അസുഖം ബാധിച്ച് കിടപ്പിലായ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരമ്മയ്ക്ക് വേണ്ടത് പെൻഷൻ തുക മാത്രമല്ല, കൃത്യമായ സമയത്ത് മരുന്ന് വീട്ടിലെത്തുന്നു എന്ന ഉറപ്പാണ്. അത് നാം പാലിയേറ്റീവ് കെയർ വഴി ഉറപ്പാക്കി. ഒറ്റക്ക് താമസിക്കുന്ന, പാചകം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു വയോധികന് ആവശ്യമായിട്ടുള്ളത് റേഷൻ കിറ്റല്ല, പാചകം ചെയ്ത ആഹാരമാണ്. അത് നാം ജനകീയ ഹോട്ടലുകൾ വഴി അവരുടെ വീട്ടിലെത്തിച്ചു. ഇങ്ങനെ ഓരോ കുടുംബത്തിനും വേണ്ട കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പട്ടികയിലുള്ള ഒരു കുടുംബം പോലും ഒരു നേരത്തെ
ആഹാരത്തിനായി കൈനീട്ടേണ്ടി വരുന്നില്ല എന്ന ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞു. 2022 ഏപ്രിൽ 1 മുതൽ ഇതാണ് അവസ്ഥ. ഇവിടെ പറഞ്ഞു 20,648 കുടുംബങ്ങൾക്കാണ് ആഹാരം ഉറപ്പാക്കിയത്. 2,210 കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ഭക്ഷണം വീട്ടിലെത്തിക്കുകയാണ്. റേഷൻ കാർഡ്, ആധാർ, ബാങ്ക് അക്കൗണ്ട് ഇതൊന്നുമില്ലാതെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട അദൃശ്യമായി പോയ മനുഷ്യർക്ക് 21,263 അടിയന്തര സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കി അവരെ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി. 85,721 വ്യക്തികൾക്ക് ചികിത്സയും മരുന്നും നൽകി. 5,777 പേർക്ക് പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നു. ഉജ്ജീവനം പോലുള്ള പദ്ധതികളിലൂടെ 4,394 കുടുംബങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള സഹായം നൽകി. സുരക്ഷിതമായ വീട് ഒരു സ്വപ്നമായിരുന്നവർക്ക് അത് യാഥാർത്ഥ്യമാക്കുന്നു. 5,400-ലധികം പുതിയ വീടുകൾ പൂർത്തിയാക്കുകയോ നിർമ്മിക്കുകയോ ചെയ്തു. 5,522 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ആരും പിന്നിലാവരുത് എന്നത് ഒരു മുദ്രാവാക്യമായിരുന്നില്ല. അത് ഈ സർക്കാരിൻ്റെ നയപരമായ ഉറപ്പാണ്. അതിലുപരി ജനങ്ങളോടുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണ്. ഇന്ന് ഈ കേരള പ്രവചനത്തിൽ ആ ഉറപ്പ് പാലിച്ചിരിക്കുന്നു എന്നതിൽ പരം അഭിമാനം എന്താണുള്ളത്? 2016 മുതൽ സർക്കാർ ക്ഷമയോടെയും നിശ്ചയദാർഢ്യത്തോടെയും നടപ്പാക്കി വരുന്ന സമഗ്രമായ ജനകീയ വികസന നയങ്ങളുടെ തുടർച്ചയും ഫലവുമാണ് ഈ നേട്ടം. 2016 അധികാരമേൽക്കുമ്പോൾ വികസന മരവിപ്പ് ബാധിച്ച കേരളത്തെയായിരുന്നു നാം കണ്ടിരുന്നത്. തകർന്ന റോഡുകൾ, തകരാനിരിക്കുന്ന പാലങ്ങൾ ഈ നാടിൻ്റെ പ്രതീകമായിരുന്നു. ദേശീയപാതാ വികസനം അസാധ്യമെന്ന് കണ്ട് ദേശീയപാത അതോറിറ്റി അതിൻ്റെ ഓഫീസ് അടച്ചുപൂട്ടി കേരളം വിട്ടു. 600 രൂപ മാത്രമായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസത്തോളം കുടിശ്ശികയായി. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. സർക്കാർ ആശുപത്രികൾ സൗകര്യങ്ങളും മരുന്നുകളുമില്ലാതെ പ്രതിസന്ധിയിൽ. വികസനവും വളർച്ചയും മുരടിച്ച് നാട് വിറങ്ങലിച്ചു നിന്ന അവസ്ഥ. ഓർക്കണം, നാം അവിടെ നിന്നാണ് തുടങ്ങിയത്. 2016 ക്ഷേമ പെൻഷൻ 600 രൂപ. 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തതിന് ശേഷം അന്ന് തൊട്ട് വർധനവ് 600 നിന്ന് പടിപടിയായി 1,600, ഇപ്പോൾ 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. 60 ലക്ഷം പേർക്കാണ് മുടങ്ങാതെ ഇത് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ പെൻഷൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല. ഏതെല്ലാം 45 രൂപ വെച്ച് 1980 നായനാർ സർക്കാർ തുടങ്ങിയതാണിത്. എന്നാൽ പിന്നീട് വന്ന സർക്കാർ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല. അതിൽ പിന്നീട് 45-60 ആക്കുന്നത് പിന്നീട് വന്ന നായനാർ സർക്കാരാണ്. പിന്നീടത് 120 പോയി. പിന്നീടത് 500 പോയി. ഇതെല്ലാം വ്യത്യസ്ത ഘട്ടങ്ങളിൽ വന്ന LDF സർക്കാരുകളായിരുന്നു. എന്നാൽ ആ 500 രൂപ ഉണ്ടായിരുന്ന ആ പെൻഷൻ 600 രൂപയാക്കി 100 രൂപ വർദ്ധിപ്പിക്കാൻ ആദ്യമായി
11-16 കാലത്തുള്ള സർക്കാർ തീരുമാനിച്ചു. പക്ഷേ അത് കടലാസിലായിരുന്നു. ആ 600 രൂപയാണ് 18 മാസത്തെ കുടിശ്ശികയായി കിടന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വീടുകളുടെ നില നോക്കിയാൽ 4,68,436 വീടുകളാണ് ലൈഫ് മിഷനിലൂടെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇത് ഓരോ കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വവും അന്തസ്സും വർദ്ധിപ്പിച്ച നടപടിയാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികളാണ് പുതുതായി വന്നു ചേർന്നത്. 2021 അതിൻ്റെ കൃത്യമായ വളർച്ച ഉറപ്പാക്കി. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവമായ നേട്ടങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ 2 യൂണിവേഴ്സിറ്റികൾ A++ ഗ്രേഡിലാണ് നിൽക്കുന്നത്. രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ റാങ്ക് പരിശോധിച്ചാൽ നമ്മൾ ആദ്യത്തെ 12 രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികളിൽ 3 കേരളത്തിലേതാണ്. അത് 9, 10, 11 കേരള, കൊച്ചി, ഗാന്ധി. 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിൻ്റെ ഭാഗം കാണിക്കുന്നതാണ്. രാജ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. ഈ അടുത്ത നാളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. ഇത്തവണ വലിയ തോതിൽ അപേക്ഷ വർദ്ധിച്ചിരിക്കുന്നുവെന്ന്. ഇതെല്ലാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ ശാക്തീകരിക്കാൻ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ ബോധപൂർവം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, കോഴ്സ് കഴിഞ്ഞവരും ഇപ്പോൾ പഠിക്കുന്നവരും, IT +2, ITI +2, ഡിപ്ലോമ, ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരുണ്ടാവും. ജോലി മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള യുവജനങ്ങൾക്ക് നാം വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ഈ അടുത്ത ദിനം പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ സംസ്ഥാനത്ത് 5 ലക്ഷം യുവതി-യുവാക്കൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർ ഇതിന് അർഹതയുള്ളവരായിട്ടുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആർദ്രം മിഷനിലൂടെ നമ്മുടെ ആരോഗ്യരംഗം വലിയ തോതിൽ മാറി വരികയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് മാത്രമല്ല, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന നില വന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനും തയ്യാറാക്കുന്നു. ഇവിടെ നമ്മുടെ സഹോദരിമാർ, വീട്ടിൽ ജോലിയെടുക്കുന്നവർ, ആ ജോലി സാധാരണഗതിയിൽ ഒന്നിനും കണക്കാക്കാറില്ല. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നൂതനമായ ഒരു പദ്ധതിയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും
സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുകയാണ്. ഇന്നത്തോടുകൂടി അത് നടപ്പാകുമെന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് 31,34,000 സ്ത്രീകൾ വരുമെന്നാണ് സർക്കാർ ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ദേശീയപാതാ വികസനം ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ ഡിസംബറോടുകൂടി ദേശീയപാതയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാവുകയും ജനുവരിയിൽ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ മാർച്ചോടുകൂടി പൂർത്തിയാക്കാനാവണം എന്ന നിർദ്ദേശവും നമ്മുടെ നാഷണൽ ഹൈവേ നൽകിക്കഴിഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനന്തമായ വികസനത്തിന് വാതായനം തുറന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ ഭാഗമായി നാം നടപ്പാക്കുന്ന ഇവിടുത്തെ റോഡ്, ആ റോഡിൻ്റെ നിർമ്മാണം അടുത്ത ഡിസംബറോടുകൂടി ആരംഭിക്കാൻ കഴിയുമെന്ന്, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നാഷണൽ ഹൈവേയുടെ മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി അതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ റിംഗ് റോഡിൻ്റെ സമീപ പ്രദേശങ്ങളിൽ 3000 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന ഒട്ടേറെ വികസന പദ്ധതികൾ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്നതായിരിക്കും. ഇവിടെ ഉപേക്ഷിച്ചു പോയ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മെട്രോ, കൊച്ചി മെട്രോ നല്ല നിലക്ക് നടക്കുകയാണ്, അതിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ മെട്രോ, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും വിവിധ സംസ്ഥാനങ്ങൾ, നാടുകൾ വരുന്നു, ഭരണാധികാരികൾ വരുന്നു. രാജ്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള അനേകം രാജ്യങ്ങൾ വാട്ടർ മെട്രോയെക്കുറിച്ച് അറിഞ്ഞ് അത് പഠിക്കുന്നതിനും അവരുടെ നാട്ടിൽ നടപ്പാക്കുന്നതിനും വേണ്ടി ഇവിടെ വന്ന് ചർച്ച നടത്തുന്നു. നമ്മുടെ തോന്നക്കലിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പ്രശസ്തമായ രീതിയിലേക്ക് ഉയരാനാണ് പോകുന്നത്. അതേപോലെ നമ്മുടെ ഗതാഗത രംഗത്ത് തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അവിടങ്ങളിൽ നമ്മുടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 10,000 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനം ചെലവിടുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് വൻകിട പദ്ധതികൾ നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. കിഫ്ബി വലിയ തോതിൽ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 കിഫ്ബിയെ പുനർജീവിപ്പിക്കുമ്പോൾ അന്ന് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്, പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 21 50 62,000 കോടി. ഇപ്പോൾ അത് 90,000 കോടി. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്ന നിലനാട്ടിൽ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ 150 പുതിയ പാലങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പാലത്തിൻ്റെയും അനുഭവം വലിയ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ
വയനാട് തുരങ്കപാതയുടെ ഉദ്ഘാടന ചടങ്ങിന് ചെന്നപ്പോൾ നാടാകെ അവിടെ ഒഴുകിയെത്തിയ അവസ്ഥയായിരുന്നു. ഇതുപോലുള്ള അനേകം പദ്ധതികളാണ് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇന്ന് സങ്കല്പങ്ങളല്ല, കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളായി മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരത്തെ വിറ്റഴിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ ആ സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നു, ലാഭകരമാകുന്നു. കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുന്ന സ്ഥാപനങ്ങളെ അടക്കം നാം ഏറ്റെടുത്ത് അത് വിലക്ക് വാങ്ങി അടക്കം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഒരുപാട് വെല്ലുവിളികളാണ് ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടതായി വന്നത്. വലിയ പ്രളയം, മഹാമാരി, അങ്ങനെ പലതും. ഇതിൻ്റെ എല്ലാം പ്രതിസന്ധികൾ നമ്മെ തകർത്ത് കളയുമായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ സഹായം ലഭിച്ചില്ല എന്നത് നമ്മുടെ ഒരു ദുരനുഭവമാണ്. ഏത് നാടിനും ഇത്തരം ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ആവശ്യമായ സഹായം ലഭിക്കണം. പക്ഷേ നമുക്ക് നേരെ വിപരീത അനുഭവമാണ് ഉണ്ടായത്. വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത്? നമ്മുടെ നാട് തകർന്നു പോകുമോ എന്ന ആശങ്ക ഉയർന്നു വന്ന വിവിധ ഘട്ടങ്ങൾ. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകളാണ് നാം നടത്തിയത്. നാം പുറകോട്ട് പോയില്ല. ഈ കാണുന്ന എല്ലാ നേട്ടങ്ങളും ഇത്തരം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിച്ചില്ല. പക്ഷേ സർക്കാർ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു, അവിടെയുള്ള ദുരന്തബാധിതരായവരെ വലിയ തോതിൽ പുനരധിവസിപ്പിക്കും. ആ പുനരധിവാസ നടപടികൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് നവംബർ 1, അടുത്ത മാസം ഡിസംബർ, പിറ്റത്തെ മാസം ജനുവരി. ആ ജനുവരിയിൽ അവിടെയുള്ള പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പൂർത്തിയാക്കി ആ വീടുകളിൽ ആളുകളെയും കുടുംബങ്ങളെയും താമസിപ്പിക്കുമെന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാണ് കേരളം. ഒരു പ്രതിസന്ധിക്കും നമ്മെ തകർക്കാനാവില്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും. അതിനു മുന്നിൽ ഒരു പ്രതിസന്ധിയും തടസ്സമല്ല. നമ്മുടെ മുന്നിൽ അസാധ്യമായ ഒന്നുമില്ല എന്നതാണ് നാം ഈ ഓരോ ഘട്ടത്തിലും തെളിയിച്ചിട്ടുള്ളത്. പക്ഷേ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പ്രവൃത്തികൾ നല്ല രീതിയിൽ തുറന്നു കാട്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു നാടിനോടും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് എന്നത് നാം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. ഇന്ന് നാം ഇവിടെ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ജനപക്ഷ ബദൽ വികസന മാതൃകയുടെ വിജയമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ബദൽ നയം എങ്ങനെയെല്ലാം ജനപക്ഷമാകുന്നു, ജനപക്ഷ വികസനമാകുന്നു എന്നതിൻ്റെ ഉദാത്തമായ തെളിവായിട്ടാണിത് മാറുന്നത്. നവ ഉദാരവൽക്കരണ നയങ്ങൾ രാജ്യത്ത് അസമത്വം വർദ്ധിപ്പിക്കുകയാണ്. സമ്പത്ത് ചിലരുടെ കൈകളിൽ മാത്രം കുന്നുകൂടാൻ ഇടയാക്കുന്നു. ആ ഒരു രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന, ആർദ്രതയുള്ള സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്ഷേമ മാതൃക സാധ്യമാണെന്ന് കേരളം നെഞ്ചുവിരിച്ച് തല ഉയർത്തി ലോകത്തോട് പറയുകയാണ്. ഇത് കേവലമായ സർക്കാരിൻ്റെ നേട്ടമായി ഞങ്ങൾ കാണുന്നില്ല. എല്ലാ പ്രതിസന്ധികളെയും ഐക്യത്തോടെ നേരിട്ട നവകേരളത്തിനായി നിലകൊണ്ട ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ്
ഈ നേട്ടങ്ങൾ. തൻ്റെ അയൽ വീട്ടിലെ അതിദരിദ്ര കുടുംബത്തെ കണ്ടെത്തിയ കുടുംബശ്രീ പ്രവർത്തകയുടേതാണ് ഈ വിജയം. അവർക്ക് മരുന്നെത്തിച്ച സന്നദ്ധ പ്രവർത്തകൻ്റേതാണ്. ഈ ജനകീയ യജ്ഞത്തിൽ പങ്കാളികളായ ഓരോ ഉദ്യോഗസ്ഥൻ്റേതാണിത്. എല്ലാറ്റിനുമുപരി സർക്കാരിൽ വിശ്വാസമർപ്പിച്ച നിങ്ങൾ ഓരോരുത്തരുടേതുമാണ് ഈ വിജയം. നമ്മുടെ ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു അവസാനമല്ല, ഒരു തുടക്കമാണ്. ആകസ്മികമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നവർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമ്പൂർണമായ ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ജനകീയ ബദൽ ഇതൊരു നയമാണ്. ഒരു തടസ്സവുമില്ലാതെ തുടരേണ്ടത് ഈ നാടിൻ്റെ അനിവാര്യതയാണ്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നാടിനെ വിഭജിക്കുന്ന, പിന്നോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളെയും ഒറ്റക്കെട്ടായി ചെറുത്ത് കൂടുതൽ ഐശ്വര്യപൂർണമായ, സമത്വസുന്ദരമായ ഒരു നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.